ഹലോ സ്റ്റുഡൻസ്, പല പി ജി പഠിക്കുന്ന വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ഈ CSIR നെറ്റ് എക്സാം? അപ്പോൾ നെറ്റ് എക്സാം പൊതുവിൽ രണ്ട് ടേമുകളായിട്ടാണ് നടത്താറുള്ളത്, രണ്ട് തവണകളായിട്ടാണ് നടത്താറുള്ളത്. ഒന്ന് UGC നെറ്റ് എന്ന് പറയും, അത് പൊതുവെ ആർട്സ് സബ്ജക്റ്റുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ മറ്റൊന്നാണ് ജോയിൻറ്റ് CSIR UGC നെറ്റ് എന്ന് പറയും. അതുപോലെ അതെന്ന് വെച്ചാൽ CSIRും UGCയും കൂടി കമ്പൈൻ ചെയ്ത് നടത്തുന്ന എക്സാമാണ് ജോയിൻറ്റ് CSIR UGC നെറ്റ് എക്സാം എന്നുള്ളത്. അത് സയൻസ് സ്ട്രീമുകളിൽ വരുന്ന കെമിക്കൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസ് സ്ട്രീമുകൾക്കൊക്കെ ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞാലാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവുക. പൊതുവെ സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന ഡൗട്ട്സാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണിത് എഴുതിയോണ്ടുള്ള ബെനിഫിറ്റ്? വെറുതെ പോയിട്ട് ഇങ്ങനെ എഴുതുകയാണോ വേണ്ടത്? അല്ല, ഇതിൻ്റെ ബെനിഫിറ്റ്സ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കറക്റ്റ് അതിൻ്റെ ഒരു എയിം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി എക്സാമിനെ കൂടുതൽ എഫക്റ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നെറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ സാധാരണ അതിൻ്റെ റിസൾട്ടിൽ രണ്ട് ടൈപ്പ് റിസൾട്ടാണ് ഉണ്ടാവുക. ഒന്ന് JRF എന്നുള്ളൊരു സ്കോർ ഉണ്ടാവും, പിന്നെ അതിനേക്കാൾ കുറഞ്ഞൊരു കുറച്ചൊരു കുറഞ്ഞ കട്ട് ഓഫ് മാർക്കിൽ നെറ്റ് അഥവാ ലെക്ചർഷിപ്പ് എന്നുള്ളൊരു കട്ട് ഓഫും കൂടി ഉണ്ടാവും. അതിൽ ഒന്നാമത്തെ ഒരു മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ലെക്ചർഷിപ്പ് കിട്ടുക എന്നുള്ളതാണ്. ലെക്ചർഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കോളേജുകളിൽ പഠിപ്പിക്കാനുള്ള യോഗ്യതയായി എന്നാണ് അർത്ഥം. കോളേജുകൾ എന്ന് പറഞ്ഞാൽ PG ഉള്ള സ്ട്രീമുകളുള്ള കോളേജുകളാവാം, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുള്ള കോളേജുകളാവാം. അപ്പോൾ അതിനുള്ള യോഗ്യത കിട്ടുക അഥവാ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള യോഗ്യത കിട്ടാനുള്ള ഒരു മാനദണ്ഡമാണ് CSIR നെറ്റ് എക്സാം എന്ന് പറയുന്നത്. അതിൽ ലെക്ചർഷിപ്പ് കിട്ടിയാലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ് കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ലെക്ചർഷിപ്പ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ അഥവാ നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ BEdന് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ പോയിട്ട് BEd കഴിഞ്ഞിട്ട് സെറ്റ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. കാരണം നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഥവാ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് വേറൊരു ബോണസ് പോയിൻ്റാണ്. നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള യോഗ്യതയാണ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ PG UG കോളേജുകളിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നെറ്റ് ഉണ്ടെങ്കിൽ പഠിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് BEd ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയും കൂടി നിങ്ങൾക്ക് പഠിപ്പിക്കാവുന്നതാണ്. കാരണം അതിന് വേറെ സെറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. അപ്പോൾ ഒന്നാമത്തെ നമ്മളെ യോഗ്യത, എലിജിബിലിറ്റി എന്നുള്ളൊരു ക്രൈറ്റീരിയയിൽ തന്നെ വരുന്ന ബെനിഫിറ്റാണ്. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ JRFനെ പറ്റിയിട്ടാണ്. JRF എന്ന് പറഞ്ഞാൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയും. JRF കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർ മന്ത് 35,000 പ്ലസ് HRA ഒക്കെ ലഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറിയിട്ട് PhD ചെയ്യാനുള്ള ഓഫേഴ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, CSIR അല്ലെങ്കിൽ UGC പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു PhDക്ക് ജോയിൻ ചെയ്യാനാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് JRF ആണ് നിങ്ങൾ എയിം ചെയ്യേണ്ടത്. തീർച്ചയായും JRF കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഓൾറെഡി ലെക്ചർഷിപ്പ് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞു രണ്ട് കട്ട് ഓഫാണ് ഉണ്ടാവുക. JRF എന്നുള്ളൊരു കട്ട് ഓഫ് ഉണ്ടാവും, അതുപോലെ തന്നെ ലെക്ചർഷിപ്പ് എന്നുള്ളൊരു കട്ട് ഓഫ് ഉണ്ടാവും. JRF കട്ട് ഓഫ് ക്രോസ് ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്യും, അവർക്ക് JRFും കിട്ടും, അതുപോലെ തന്നെ ആസ് വെൽ ആസ് ലെക്ചർഷിപ്പ് ക്വാളിറ്റിയും കൂടി അവർക്ക് കിട്ടുന്നുണ്ടാവും, സർട്ടിഫിക്കറ്റും കൂടി അവർക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു PhD പെർസ്യൂ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു 5 വർഷത്തേക്ക് നിങ്ങൾക്ക് ഒരു സ്റ്റൈപ്പൻഡോട് കൂടി റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, JRF യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക. ഇനി ഇതല്ലാതെ PhD അല്ലാതെ ഒരുപാട് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് പല കമ്പനികളിലും വിളിക്കാറുണ്ട്. അപ്പോൾ സാധാരണ റിസർച്ച് അസിസ്റ്റൻ്റ് ആയിട്ടോ റിസർച്ച് അസോസിയേറ്റ് ആയിട്ടോ അങ്ങനെ പല പോസ്റ്റുകളിലായിട്ട് വിളിക്കുന്ന സമയത്ത് അവരുടെ നോട്ടിഫിക്കേഷനിൽ സ്പെസിഫിക് ആയിട്ട് അവർ പറയും ജോയിൻ CSIR UGC നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില കരിയർ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് ആ കരിയർ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണ ഏത് കമ്പനിയാണോ പ്രൊവൈഡ് ചെയ്യണത്, ചിലപ്പം BARC ആവാം, BARC ആവാം, അല്ലെങ്കിൽ DRDO ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്പനികളാവാം. അവരുടെ കരിയർ ഓപ്പർച്യൂണിറ്റിയിൽ ഒരു ജോബ് കോൾ ഫോർ ചെയ്യുന്ന സമയത്ത് CSIR നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു അഡീഷണൽ അല്ലെങ്കിൽ ഒരു റിക്വയർമെൻ്റ് ആയിട്ട് അവർ സാധാരണ നോട്ടിഫിക്കേഷനിൽ കാണിക്കാറുണ്ട്. അപ്പോൾ ആ CSIR നെറ്റ് എന്നുള്ളത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ രൂപത്തിലും നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിങ്ങൾ അഥവാ അബ്രോഡ് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, പുറത്താണ് നിങ്ങൾ PhD ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിലും പുറത്ത് PhD ചെയ്യുമ്പോഴും അതിന് അപ്ലൈ ചെയ്യുന്ന സമയത്തും CSIR നെറ്റ് ക്വാളിഫൈഡ് ആണെന്നുള്ളൊരു ബോണസ് പോയിൻ്റ് നിങ്ങൾക്ക് ഈ CSIR നെറ്റ്
ക്വാളിഫൈ ചെയ്യുന്നതിലൂടെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ മെനി ഇൻഡസ്ട്രി ജോബ്സ് ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടാനുണ്ടാവും. ഇൻഡസ്ട്രി ലെവലിലുള്ള ഒരുപാട് ജോലികൾ കിട്ടണമെന്നുണ്ടെങ്കിലും അവരൊരു ക്വാളിഫിക്കേഷനായിട്ട് CSIR നെറ്റ് പറയാറുണ്ട്. ഇനി അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ലെക്ചർഷിപ്പ് ക്വാളിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് സെക്ടറിലുള്ള ജോബുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു നമ്മളെ കേരളത്തിലെ അവസ്ഥ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലൊരു PSC കോൾ ഫോർ ചെയ്തോന്ന് വിചാരിക്കുക. ആ PSC എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ MSc ക്വാളിഫൈ ചെയ്താൽ പോരാ, അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ലെക്ചർഷിപ്പ് എന്നുള്ള ക്വാളിഫിക്കേഷനും കൂടി നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ലെക്ചർഷിപ്പ് ഒരു 1 ടൈം ക്വാളിഫിക്കേഷനാണ്. കാരണം വൺസ് നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ലെക്ചർഷിപ്പ് ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ത്രൂ ഔട്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് കിട്ടുന്നൊരു ക്വാളിഫിക്കേഷനാണ് ലെക്ചർഷിപ്പ് എന്ന് പറഞ്ഞാൽ. എന്നാൽ JRF അങ്ങനെയല്ല. നിങ്ങൾ JRF എന്നാണോ നെറ്റിൻ്റെ റിസൾട്ട് വെച്ചിട്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നത്, അതിനുശേഷം 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, PhDക്ക് ജോയിൻ ചെയ്താലേ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് സ്റ്റൈപ്പൻഡ് ലഭിക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ സ്റ്റൈപ്പൻഡ് പിന്നെ ലഭിക്കുന്നതല്ല, പക്ഷേ നെറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈഫ് ലോങ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, CSIR നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്നുള്ളതാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, ലെക്ചർഷിപ്പ് ക്വാളിറ്റിയാണ്. രണ്ടാമത്തെ ഒന്ന് എന്ന് പറഞ്ഞാൽ മേജർ 2 പോയിൻറ്റ്സ് ആണുള്ളത്. ഒന്ന് ലെക്ചർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പാണ്. നിങ്ങൾക്ക് ഫെലോഷിപ്പോട് കൂടി PhD ഒക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇനി ചില ജോബുകളിലും അവർ CSIR നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇനി ഇതിന് സമാനമായിട്ടുള്ള 2 എക്സാമുകളുണ്ട്. ഗേറ്റ്, ജസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാംസ് ഉണ്ട്. ഗേറ്റ് ആണെന്നുണ്ടെങ്കിലും ഒന്നും കൂടി ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ IIT NITകളിൽ PhD നേടാനുള്ള ഒരു യോഗ്യതയായിട്ടാണ് ഗേറ്റ് പരിഗണിക്കാറുള്ളത്. അതുപോലെ ജസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നൈസർ, ഐസർ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ്, ഒന്നുകൂടി സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് ബേസ് ചെയ്തിട്ടുള്ള സെൻറ്ററുകളിലാണ് ആ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് കോൾ ഫോർ ചെയ്യാറുള്ളത്. എന്നാൽ ഇതിൻ്റെ ഒരു വേറെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നെറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, CSIR നെറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഗേറ്റ് വെച്ച് കയറാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിലും ജസ്റ്റ് വെച്ചിട്ട് കയറാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെന്നുണ്ടെങ്കിലും രണ്ടിലും ഓർ CSIR നെറ്റ് JRF വെച്ചിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും. അപ്പോൾ CSIR നെറ്റ് JRF ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവറോൾ എന്ത് ചെയ്യാം, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും PhDക്ക് അല്ലെങ്കിൽ റിസർച്ച് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കയറാം എന്നർത്ഥം. അത് നിങ്ങൾക്ക് വലിയൊരു ബെനിഫിറ്റാണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എല്ലാ പോയിൻറ്റ്സും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് ഈ ബെനിഫിറ്റ്സ് അറിഞ്ഞുകൊണ്ട് എക്സാമിന് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു കോൺഫിഡൻസോട് കൂടി എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.